Hey guys, welcome to a പുതിയ വ്ളോഗ്. 4 ദിവസത്തെ നമ്മുടെ ഷെഡ്യൂൾ തീർന്നതിന്റെ സന്തോഷത്തിലാണ് ഗൈസ് ഞാൻ ഇരിക്കുന്നത്. ഇന്ന് രാത്രി നമ്മൾ വീട്ടിൽ പോകും. പക്ഷെ വീട്ടിൽ പോകുന്നതിന് മുന്നേ വി ഹാവ് ഡിന്നർ പ്ലാൻസ് വിത്ത് മൈ വെരി ഓൺ സനു ബ്രോ മുഹമ്മദ് യാസിർ അൽ മുഹാബത്തീൻ. അതെ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ രണ്ടുപേരും മാത്രമല്ല, നമ്മുടെ കൂടെ ശരണ്യ ഉണ്ട്, പിന്നെ സന്ദീപ് ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ എല്ലാരും കൂടെ എന്ത് കഴിക്കാൻ പോവാണ് സനു ബ്രോ? അതെ, നമ്മള് ഒരു പ്രാവശ്യം കഴിച്ച സാധനമാണ് ഗൈസ്, നമ്മുടെ ബീഫ് ബ്രിസ്ക്കറ്റും പിന്നെ സ്റ്റേക്കും ഒക്കെ. അപ്പോ ഈ സനു ബ്രോ ഈ ഇടയ്ക്ക് ഒന്നുകൂടെ വീഡിയോ ഇട്ട് പണ്ടാറടങ്ങാനായിട്ട് മനുഷ്യനെ കൊതിപ്പിച്ച്. അപ്പൊ അങ്ങനെ ശരണ്യം വിളിച്ച്, സന്ദീപ് അവിടെ നിന്ന് ബിസ്ക്കറ്റ് കഴിച്ചിട്ടില്ല, അപ്പൊ അവനൊന്ന് ബിസ്ക്കറ്റ് ടേസ്റ്റ് ചെയ്യിപ്പിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്മോക്ക് കൾച്ചർ ബൈ സ്റ്റീവിലോട്ട് പോകും ഗൈസ്. എന്നിട്ട് 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. ഇന്ന് നമ്മൾ നേരത്തെ ഷൂട്ട് തീർത്ത ഗൈസ്, 6:30 ഷൂട്ട് തീർന്ന്. എന്നിട്ട് ഞാൻ ഇവിടെ വന്നപ്പോ സനുബ്രോ എന്നെ നിർബന്ധിച്ചു കുറച്ച് പിസ്താഷ്യോ തിന്നണോന്നൊക്കെ പറഞ്ഞ്. അപ്പം ജഗ്ഗും കൊണ്ടുവരണം എന്റെ വീട്ടിൽ. ഞാൻ തന്നെ അപ്പോ സനുബ്രോയുടെ നിർബന്ധ പ്രകാരം കുറച്ച് പിസ്തയിൽ നിന്നിട്ട് ഇപ്പൊ ശരണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അവളിപ്പോ ഇങ്ങോട്ട് വരും. അവളോട് വന്നിട്ട് നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. ഹലോ, നിന്റെ തല എന്തിനാ മുടിയൊക്കെ അങ്ങനെ പുറകിലോട്ട് കോഴിമുട്ട കണക്കിരിക്കുന്നത്? നീ കൊള്ളാം. വെൽക്കം വെൽക്കം, ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. നീ എവിടെ പോണ? അയ്യോ, ഉമ്മ കാണിക്കല്ലേടാ. ഇപ്പൊ കണ്ടിട്ടോ? അതെ അതെ, ഇപ്പൊ കണ്ടിട്ടോ? കിഴക്ക് സൂര്യൻ ഉദിച്ചല്ലോ, വാനിൽ പറവ പറന്നല്ലോ നാദ. അനുഭവം ഇഷ്ടമല്ലേ പാട്ട്? ഒന്നും മിണ്ടണില്ല. ഓ വരൂ കോഴിമുട്ടേ. താഴോട്ടുള്ള ഞെക്കിയില്ലെങ്കിൽ ഇത് പോവൂല. ഒരുത്തരും ഉത്തരവാദിത്തമില്ല ഇവിടെ. സനുബ്രോക്ക് ലവ് സോങ്ങാ? ഞാൻ ഇത് അടച്ചതാണല്ലോ. എന്ത് പറഞ്ഞ സനുബ്രോക്ക് അവളായിരുന്നു ഞെക്കേണ്ടിയിരുന്നത്. നമ്മളെന്ന് ചെല്ലേടി അവിടെ സ്റ്റേക്ക് കഴിക്കാൻ പോയിട്ടുള്ള അന്ന് അല്ലേ? എന്ത് ടേസ്റ്റുള്ള സത്യം. കഴിക്കാത്തൊരു സാധനം ഉണ്ടോ? ബ്രിസ്ക്കറ്റ് എൻഡ് എന്ന് പറഞ്ഞൊരു സാധനം. ബ്രിസ്ക്കറ്റ് അത് കഴിക്കാൻ വേണ്ടി ഞാനും വേണം. അതോടെ കഴിച്ചത് ഞാൻ തത്വമല്ല. ഇനി മേല ഇത് സത്യം അല്ലെങ്കിൽ സനുബ്രോ എന്ത് ചെയ്യും? ഞാൻ ഇനി വല്ലപ്പോഴൊക്കെ ചിലപ്പോ ഒരു വ്ളോഗിന് വേണ്ടി എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് തിന്നുന്ന മാത്രം. അല്ലാതെ ഫുഡ് എന്ന് പറഞ്ഞ ഒരു സാധനം ഡയറ്റ് തുടങ്ങിയാണ്. അപ്പം നാളെ പോലെ ഡയറ്റ് തുടങ്ങിയാണ്. അപ്പം ഇത് മുടങ്ങിയാണെങ്കിൽ എന്ത് ചെയ്യും? രാവിലെ തന്നെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അതൊക്കെ വ്ളോഗ് ചെയ്യണം കേട്ടോ. അത് വേണ്ട, വേണം. ഞാൻ പറയണ് സനുബ്രോ ഇനി ഒരു പ്രാവശ്യം കൂടെ ഈ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് മുടക്കുകയാണെങ്കിൽ സനുബ്രോ തൊപ്പി ഊരി കാണിക്കണം. 1 മില്യൺ അല്ലേ, ഇത് മുടക്കുകയാണെങ്കിൽ തൊപ്പി ഊരി കാണിക്കണം. അപ്പൊ പിന്നെ നിങ്ങൾ ഈ ജമ്മത്ത് കാണൂല, എനിക്ക് തോന്നുന്നില്ല കാണൂല. മൈ റൂൾസ് മൈ ഗെയിം. അപ്പം സുഹൃത്തുക്കളെ, നിങ്ങൾ പ്രതീക്ഷ സനുബ്രോ പണിഷ്മെന്റ് പറയുന്നത് ഡയറ്റ് മുടക്കുകയാണെങ്കിൽ എന്തിന് പണിഷ്മെന്റ്? ഞാൻ സ്കൂളിൽ പഠിക്കണം, എനിക്ക് പണിഷ്മെന്റ് എന്നാലല്ലേ എന്തെങ്കിലും ഒരു മനസ്സിലല്ലേ ചിലപ്പോ. എടുത്തോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലോ? എന്തോന്ന് സനുബ്രോ ഒരു ഉത്തരവാദിത്തം വേണ്ട. എന്തെങ്കിലും ഒരു ചലഞ്ച് പറ. 100 പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കണം. അതൊക്കെ പിന്നെയും കുഴപ്പമില്ല. ഓക്കെ, എന്ത് ചെയ്താ? ഞാൻ ഡയറ്റ് മുടക്കിയ. ഓ, ഡയറ്റ് തന്നെ, നാളെ ഡയറ്റ്. അപ്പൊ ഇനി ഡയറ്റ് മുടങ്ങുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ 100 പാവപ്പെട്ടവർക്ക് ഫുഡ്. അത് കുഴപ്പമില്ല, പാവപ്പെട്ടവരൊക്കെ നല്ലൊരു കാര്യമാണ്. അപ്പൊ ഫുഡ് കൊടുക്കാൻ തീരുമാനിച്ച് അടുത്ത ആഴ്ച മുതൽ സനുബ്രോ ഈ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ അന്നദാനം. ഉറപ്പിച്ചല്ലേ? അപ്പൊ ഡയറ്റ് മുടങ്ങിയാണെങ്കിൽ 100 പേർക്ക് ഫുഡ്. ഓക്കെ ഓക്കെ, സെറ്റ് ഡൺ. ഡാഡി തീരുമാനിച്ച് ഇനി ഡയറ്റ് മുടങ്ങിയാണെങ്കിൽ 100 പാവപ്പെട്ടവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കും സനുബ്രോ. അടുത്ത ആഴ്ച മുതലേ ഇതിന്റെ ഫ്രണ്ടില് വലിയ ക്യൂ ഒക്കെ. സന്ദീപേ, ആടാ സനുബ്രോ ഡയറ്റ് എടുക്കാൻ പോവേണം എന്നോട്ട് നാളെ മുതല്. അപ്പൊ ഡയറ്റ് മുടങ്ങിയാണെങ്കിൽ 100 പാവപ്പെട്ടവർക്ക് ഫുഡ്. അത് നല്ല കാര്യം. അതിനൊരാള് ഞാൻ ഈ ആഴ്ച ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഫുഡ് മൊത്തം പാവപ്പെട്ടവന്മാരെ കഴിയണോ?
മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു കാര്യമല്ല പറയുന്നത്. പാപ്പട അത് പൊളിക്കും കേട്ടോ ഗൈസ്. എന്നിട്ട് നിങ്ങൾ നോക്കിക്കോണം, ഡയറ്റ് മുടങ്ങുന്ന എന്തെങ്കിലും ആക്ടിവിറ്റി കണ്ടു കഴിഞ്ഞാൽ സനിബ്രോയുടെ കമന്റ് ഇപ്പോൾ സ്പാം അടിച്ചോണം കേട്ടോ. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ സ്ട്രിക്റ്റ് ഡയറ്റ് ആണ് കേട്ടോ. അത് മുടക്കിയൊന്നുമില്ല. എന്ത് ഹെൽത്തി ഫുഡ് കഴിക്കും ഞാൻ. പുറത്തൊക്കെ പോയ സാലഡ് ഒക്കെ കഴിക്കണം. അത് കഴിക്കും. അത് മറ്റേ ചീറ്റിംഗ് ആയിട്ടൊന്നും കാണല്ലോ. പൊറോട്ട, ബീഫ്, പൊരിച്ചത്, ലാസ്റ്റ് ആണ്. ഐസ്ക്രീം, അതൊന്നും തിന്നാൻ പാടില്ല. ഒന്നുമില്ല. നിങ്ങളെ കൂടെ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഒരു കോൾഡ് ബ്രൂ കുടിച്ചെന്ന് വരും, മറ്റേ കോഫി. അത് പഞ്ചസാര ഇടാതെ അല്ലേ? പഞ്ചസാര ഉണ്ടോന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ ആ സാധനം എന്റെ ഒരു ഷുഗർ കട്ടും ഉണ്ടാ. ഷുഗർ കട്ട് ഞാൻ പറഞ്ഞില്ലേ, ഡയറ്റ് മുടക്കൂല. ഷുഗർ കട്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഷുഗർ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കോൾഡ് ബ്രൂയില് ചെറിയ മധുരമൊക്കെ ഉണ്ട്. അത് ഞാൻ ചോദിക്കാം, അത് കുഴപ്പമില്ല. അതിന്റെ സാങ്കേതിക വശങ്ങളെ പറ്റി നമ്മൾ കുറച്ചുകൂടെ ഒന്നുകൂടെ സെറ്റ് ആക്കേണ്ടിയിരിക്കുന്നു. ഹെവി പരിപാടികൾ മാത്രമേ ഉള്ളൂ കേസിന്. ഒന്നുകിൽ സനിബ്രോ ഈ ഡയറ്റോടുകൂടി ശരിക്കും ഡയറ്റ് എടുക്കും, അല്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ സനിബ്രോയുടെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടില് അന്നദാനം 100 പേർക്ക് എല്ലാ ദിവസവും ഡയറ്റ് കൊടുക്കണം. ഓരോ ദിവസവും 100 പേർക്കൊന്നും കൊടുക്കൂല. ഒറ്റ 100 പേർക്ക് ഒറ്റ പ്രാവശ്യം. ഇത് കേട്ടാന്ന് എന്ത് 100 പേർക്ക് ആൾക്കാരെല്ലാം ഇവിടെ വരും. സനിബ്രോ 100 പേർക്ക് എത്ര രൂപയുടെ ഫുഡാണ് സനിബ്രോ? 100 പേർക്ക് ബിരിയാണി. അപ്പൊ 250 രൂപ ഒരു ബിരിയാണി. അതെനിക്ക് അറിഞ്ഞൂടാ. 150 രൂപ ബിരിയാണി ആണെങ്കിൽ 15,000. ഏതായാലും കുഴപ്പമില്ല. ബിരിയാണി ഞാൻ അങ്ങനെ പ്രൈസ് ഒന്നും നോക്കുന്നില്ല. 100 പേർക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. ഓക്കെ, സെറ്റ്. ഞാൻ ഡയറ്റ് മുടക്കിയ ഭക്ഷണം കഴിക്കണം. അങ്ങനെ 100 പേര് ഇരുന്ന് കഴിക്കൂല. ഞാനിരുന്ന് സാലഡ് കഴിക്കുന്ന സീനൊക്കെ നിങ്ങൾ കാണത്തുള്ളൂ. വെയിറ്റ് ആൻഡ് വാച്ച് ഗൈസ്. ഇനി ഞാൻ ആരാണെന്ന് പഴശ്ശിയുടെ ടീം കാണാൻ കിടക്കുന്നത്. പഴശ്ശിയുടെ യുദ്ധ കമ്പനി കാണാൻ പോകുന്നത് അത്രേ ഉള്ളൂ. ഡയലോഗ് വരെ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ്. അല്ല, ഇത് നടക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച കാർത്തികയുടെ ഷൂട്ടിന് വരുമ്പോ ബ്രോ നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങി വരാം. അങ്ങനത്തെ മോഹന മറ്റേ വാഗ്ദാനങ്ങളൊന്നും പാടില്ല. അതായത് സ്ട്രിക്റ്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരാളെ വഴിതെറ്റിക്കുന്ന ഒരു തരത്തിലുള്ള വശീകരണ പരിപാടികളൊന്നും പാടില്ല. നാളത്തേക്കാണ് ഈ ഡയറ്റ്? അതെനിക്ക് അറിഞ്ഞൂടാ. ഒരു ടൈം പീരീഡ് പറ. 75 days. ഒരു 3 മാസം. 3 മാസം, അപ്പൊ 90 ദിവസം. ഓക്കെ, 90 days ചാലഞ്ച്. ഓക്കെ, 90 days സ്റ്റാർട്ടിംഗ് ഫ്രം ടുമോറോ. ഡേറ്റ് പറഞ്ഞോട്. ടുമോറോ ഡേറ്റ് അതൊക്കെ ഞാൻ നോക്കണമല്ലോ. 23 ജനുവരി 2026 തുടങ്ങുകയാണ്. ഓക്കെ, ഇവിടെ നിന്ന് 90 days കൗണ്ട് ചെയ്തോ ഗൈസ്. സനിബ്രോ കട്ട ഡയറ്റ് ആയിരിക്കും. ഒറ്റ അൺഹെൽത്തി സാധനം ഞാൻ കഴിക്കില്ല. ഒറ്റ അൺഹെൽത്തി സാധനം ഞാൻ കഴിക്കുന്നതായിരിക്കില്ല. ബൺ പൊറോട്ട വേണോ? വ്ളോഗിലും കാണൂല, ഒന്നുമില്ല. എനിക്ക് ഇങ്ങനത്തെ സാധനം ഒന്നും കേൾക്കൂല. ഇല്ലല്ല, എന്റെ ചെവിയിൽ ഇതൊന്നും വീഴുന്നില്ല. ഞാൻ ഇനി ഹെൽത്തി സാധനങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും. ഇനി സനിബ്രോ ഹെൽത്ത് കൂട്ടനായിരിക്കും ഗൈസ്. ഇതുവരെ ആരും ഡയറ്റ് മുടക്കി കാണണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഇത് ഓർക്കുമ്പോ തന്നെ ഒരു രസമുണ്ട്, ഒരു ത്രില്ലുണ്ട്. മുടങ്ങ സനിബ്രോ എടുക്കട്ടെ ഗൈസ്. അല്ലാത്തൊരു പക്ഷേ മുടങ്ങുകയാണെങ്കിൽ 100 പേർക്ക് ബിരിയാണി. 100 പേർക്ക് ബിരിയാണി സെറ്റ്. ഡൺ. സാധാരണക്കാർക്ക് അതിൽ നമ്മള് 3 പേരുണ്ട്. 100 പേര്. 3 പാവപ്പെട്ടവര് ഞങ്ങളുണ്ട്. സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടെ കമന്റിൽ വന്ന് നിങ്ങൾക്ക് സ്ലോട്ട് വേണമെങ്കിൽ പറയൂ സുഹൃത്തുക്കളെ. സമൂഹ സദ്യ നടത്താൻ റെഡി ആയിക്കോ. കാശ് പറയാൻ പൊട്ടും. അല്ല, 100 പേരെ ബിരിയാണി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോ അത്യാവശ്യം നല്ല പൈസ ആവില്ലേ? 15,000 രൂപ. ഓ, അത് പിന്നെ കുഴപ്പമില്ല. പക്ഷെ അല്ല, കൂടിയ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബിരിയാണി മതി. കല്യാണ റിസപ്ഷൻ എന്റെ ബർത്ത്ഡേ പാർട്ടി നടത്തുന്ന പാവപ്പെട്ടവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കാം. നല്ല ഫുഡ് നമുക്ക് ഉണ്ടാക്കിക്കാം. അതാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ലാഭം. ഞാൻ മറ്റേ എന്താ പറയല്ലോ, സിറ്റുവേഷൻ പറഞ്ഞതാണ്. ഞാൻ പ്ലാൻ ചെയ്യുന്നൊന്നുമില്ല. നോ എന്ന് പറഞ്ഞ് മറ്റേ വഴിതെറ്റിക്കുന്നു. അതാണ് ലാഭം. ഓക്കെ, ഞങ്ങള് സ്മോക്ക് കൾച്ചറിലോട്ട് പോട്ടെ കേസിന്. ഓ ഗൈസ്, ആ ബൈക്ക് ഇരിക്കണമൊക്കെയാണ്. അതിന്റെ ആ ബോക്സർ എഞ്ചിനാണ് ഗൈസ് ഹൈലൈറ്റ്. BMW ബൈക്കാണ്. പക്ഷെ ഇത് ഭീകര സൈസാണ് കേട്ടോ. നമ്മൾ കാണുമ്പം വീഡിയോ കാണുമ്പോഴാണ് കളി. നല്ല സൈസ് ഉണ്ട് ഇത്. എനിക്ക് ഇതാണെന്ന് തോന്നുന്നു മഞ്ജു വാര്യർ ചേച്ചിയുടെ ബൈക്ക്. ഹലോ ഗൈസ്, നമ്മള് സ്റ്റീവിന്റെ അവിടെ എത്തിയേക്കാണ്. എടി, ഇതാണ് മഞ്ജു വാര്യരുടെ ബൈക്ക്. എന്റെ ഓർമ്മ ശരിയാണ്. സനിബ്രോ, ഇതല്ലേ മഞ്ജു ചേച്ചിയുടെ ബൈക്ക്? ആണോ? എന്റെ ഓർമ്മയില് BMW
അത് ഞാൻ വായിക്കാൻ വിട്ടുപോയി എന്ന് പറഞ്ഞാൽ കാണാൻ ഇത് കണക്കാണ് ഇരിക്കണേ ഏകദേശം. അജിത്തിനും ഒക്കെ സെയിം ബൈക്കാണെന്ന് തോന്നുന്നു. സൗബിനും ഒക്കെ സെയിം ബൈക്കാണ്. ആ അഡ്വഞ്ചർ കാറ്റഗറി നല്ല തിരക്കാട്ടെ. 45 മിനിറ്റ് അങ്ങാണ്ട് വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളെ എന്തായാലും അധികം വെയിറ്റ് ചെയ്യിക്കാതെ അവര് അകത്തോട്ട് വിളിച്ച് കേസ്. ആഹാ അന്ന് വന്നതിന്റെ ഓർമ്മവും അതേ മണവും പൊളിക്കും നമ്മളത്. സുഹൃത്തുക്കളെ ഇവിടെ അടുപ്പ് തുറന്നു. ഓ ഇത് കയറ്റിയില്ലല്ലേ ബ്രോ? നാളത്തേക്ക് ലോഡിയാണല്ലേ? ഇന്നത്തെ കൊള്ളേക്ക് നമ്മൾ ഇറക്കി. സുഖമാണോ ബ്രോ? അന്ന് വന്നപ്പോ കണ്ടതാണ്. നിങ്ങളുടെ ടേസ്റ്റ് തന്നെ വീണ്ടും ഇങ്ങോട്ട് എത്തിച്ച്. ഓ സുഹൃത്തുക്കളെ ഇതാണ് സ്പോട്ട്. എനിക്ക് കണ്ണ് കാണാൻ വയ്യ. ഓ നമ്മളൊരു 3-4 ഐറ്റം ഓർഡർ ചെയ്ത് കഴിച്ചു. കണ്ണെരിയുന്നു. എന്താടി എനിക്ക് എരിഞ്ഞ അവിടെ ചെന്ന് നിന്നപ്പോ കണ്ണിന്റെ അകത്ത് അടിച്ചു കയറി. ഓ ഇവിടെ വന്നു കഴിഞ്ഞാൽ വയറ് മാത്രമല്ല സുഹൃത്തുക്കളെ കണ്ണും നിറയും. അതെ വയറും കണ്ണും ഒക്കെ നിറയും. അതെ ആ സെറ്റ്. നല്ല ഫ്രെയിം കേട്ടോ നിങ്ങൾ ഇരിക്കണത്. ഓ നിങ്ങൾ കപ്പിൾ ഗോൾസ്. അത് സഹോദരൻ കപ്പിൾ ഗോൾസ്, സിബ്ലിംഗ് ഗോൾസ്. പെട്ടെന്ന് വാക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ കപ്പിൾ ഒപ്പിച്ചതാണ്. എടേ അപ്പം മട്ടൻ ബിരിയാണി കൊടുക്കണോ? ചിക്കൻ ബിരിയാണി ഹാഫ് കൊടുക്കണം. ബ്രോ കൊടുക്കണമെങ്കിൽ നമ്മള് മട്ടൻ തന്നെ കൊടുക്കട്ടെ. വെജ് ബിരിയാണിയാ? നെയ് പീസ് എന്തായാലും വേണം. മട്ടൻ ഓക്കെ ചിക്കനാണ് പറഞ്ഞേക്കണത്. മുട്ട കൊടുക്കുവോ? പിന്നെ മുട്ട വേണ്ടേ? പപ്പടം. ആ സലിബ്രോ ഒരു തിരുവനന്തപുരക്കാരനാണ്. അപ്പൊ മുട്ടയും പപ്പടവും വേണം. ഓ നമ്മൾ എന്തൊക്കെ പറഞ്ഞ ബീഫ് ബേണൻസ്, അതാണ് സലിബ്രോ പുതിയ വിസായി പോയ സാധനം. പിന്നെ ബ്രിസ്ക്കറ്റ് ബ്രെഡ്, പോർക്ക് പറഞ്ഞു, പന്നി വയറ്. പ്രൈസ് ആ എനിക്കല്ലേ ഇവന്. അത് ബീഫിന്റെ ഫാറ്റിലാണ് മുക്കി പൊരിക്കുന്നത്. ഓ എടാ ആലോചിച്ച് നോക്ക്, കാളയുടെയും പോത്തിന്റെയും ഒക്കെ ഒഴുപ്പി കിടന്ന് പൊരിഞ്ഞ ഫ്രൈസ് അല്ലേ? സന്ദീപ്രോക്ക് കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ. ഇല്ല ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഉണ്ട്. എത്രയെന്ന് ചോദിച്ചാണ്? 340 ഇടയ്ക്ക് വെച്ച്. ശരണ്യെ എനിക്ക് ലിവർ സിറോസ് ആണ് ശരണ്യെ. ഡോക്ടർ പറഞ്ഞ ഫാറ്റി ലിവർ. ആ ഫാറ്റി ലിവർ ഒരുവിധം എല്ലാവർക്കും കാണും. സാധനം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. ആ പിന്നെ പോവാണ്ട്. ആ അപ്പൊ അല്ലെങ്കിൽ ഡയറ്റ് ഇല്ലായിരുന്ന? ഓക്കെ അല്ല എന്ത് വന്നാലും ഓക്കെ ഓക്കെ. അല്ല നമ്മളെ ഏൽപ്പിച്ച്, നമ്മളെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഫുഡിനെ പറ്റി മിണ്ടൽ എന്റെ അടുത്ത്. അതൊക്കെ ഞാൻ വിട്ട്, അതൊക്കെ ഞാൻ അവന്റെ അടുത്ത് പറയാം. എനിക്ക് വേണ്ട. ഓ അപ്പൊ ബേസിക്കലി ഫുഡ് എന്നുള്ള ഒരു വാക്ക് മിണ്ടാൻ പാടില്ല. ഓക്കെ ആഹാരം ഒന്നും പറയാൻ പാടില്ല. ഭക്ഷണം ഒന്നും പറയാൻ പാടില്ല. തീറ്റ എന്റെ ഇത് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കാം. 3 മാസം ശരി ശരി ശരി. ഓ ഓ 4 പ്രാവശ്യം വന്നിട്ടുള്ള ആണല്ലേ? വരണമെന്നില്ല. ഓ ഓ വലിയ ആളായി. ലാസ്റ്റ് സപ്പറാണ്. ഞാൻ കഴിക്കാനുള്ള ആൾക്കാർ കൊച്ചി വേണ്ടി കഴിച്ചിട്ടുണ്ട്. നീ ആലോചിക്കുന്നത് രാജ്യം പോലും ഇല്ല ഇവിടെ. ഓ ഇന്ത്യയിലുള്ള നമുക്ക് ഇന്നലത്തെ വീഡിയോയിൽ ഒരെണ്ണം കിട്ടി, ടിബറ്റ്. ഓ അത് ആദ്യമായിട്ട് ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും. ചിക്കൻ തുപ്പിയതാ? തുക്ക സൂപ്പ്. ആ അത് നല്ലതാണ്. അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. നമ്മള് പോയിട്ടുണ്ട്. നമുക്ക് പോവാൻ ഡയറ്റിനെ ബാധിക്കുമെന്നാണ് എന്റെ. അല്ല ഡയറ്റ് കഴിഞ്ഞിട്ട് പോവാം. 3 മാസത്തേക്ക് ഫുഡ് കഴിഞ്ഞിട്ട് ഞാൻ എന്നെ എല്ലാം ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഞാൻ ഇറങ്ങും. ശരി ഡൺ. പതിവിലും ഭയാനകമായി ഇറങ്ങുന്നത്. ഓ ഓക്കെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ വരട്ടെ. എന്റെ മോനെ കഴിച്ച എല്ലാം കൂടെ ഒരു ഒറ്റ പ്ലേറ്റില്. സലിബ്രോ പറഞ്ഞ ഐറ്റം ഏതായിരുന്നു? കഴിച്ചോ കേട്ടാ. ബീഫ് ബേൺഡ് താങ്ക് യു ബ്രോ. കഴിക്കോടോ നീ? ഇത് ബീഫാണ്, ട്രൈ ചെയ്ത് നോക്കിയാണ്. ഇഷ്ടപ്പെട്ടാടാ? കൊള്ളാവോ? നീ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു ബീഫ് കഴിക്കുന്നത്? ആദ്യമായിട്ടാണ് കഴിക്കണത്. അതാണ് യഥാർത്ഥ ബീഫിന്റെ ടേസ്റ്റ്. മസാലയൊന്നും ഇല്ലാത്ത ബീഫിന്റെ ടേസ്റ്റ്. അവന്റെ ഫേസിൽ അടി അടിക്കും.
സൂപ്പർ സാധനം കേട്ടാ. എനിക്കറിയാം അവൻ തന്നെ മൊത്തം തിന്നാനുള്ള ലക്ഷണം. ഇന്ന് എനിക്ക് ഡയറ്റ് ഇല്ല കേട്ടാ. ഇന്ന് എനിക്ക് ഡയറ്റ് ഇല്ലാന്ന്. ഇതായിട്ടില്ല ഇത് കഴിക്കാം. അവസാന അത്താഴം. പൊതിച്ചിട്ട് പാടില്ല കഴിയടി എടുത്ത്. അതാണ് പോർക്ക്. പോർക്ക് വന്നിട്ടില്ലല്ലോ. ഇത് പോർക്ക് വന്നോ? ഇത് പോർക്കാണ്. ഇത് പോർക്ക് ബെല്ലി. ഇതിലേതാണ് പോർക്ക്? ഇത് പോർക്കാണ് സന്ദീപ്. ഇതടി ഇപ്പൊ തന്നെ പ്രൈസ് കൈവോണ്ട്. ഇതാണ് മറ്റേ ബോണ്ടന്റ്. ബേണ്ടന്റ് അല്ലേ എന്ന് പറഞ്ഞാ സൈഡിലെ ഭാഗമോ കരിഞ്ഞിരിക്കുന്ന ഭാഗം അല്ലേ? എന്താടി അത്? ഓ ചൂടാ. സ്മോക്കി ടേസ്റ്റ് ഇത് മറ്റേ പോർക്ക് ബെല്ലിയാണ്. ഇത് ജ്യൂസി സാധനമാണെന്ന് അറിയാമോ? നമ്മള് കഴിച്ചു തീർന്ന കേട്ടോ, കാരണം ഓൾമോസ്റ്റ് തീരാറായി. അപ്പൊ ശരണ്യ ഓർഡർ ചെയ്ത സാധനം ഇതായിരുന്നു, 0 ഷുഗർ വൈൽഡ് ചെറി. എങ്ങനെ ഉണ്ടായിരുന്നു സാധനം ബ്രോ? ഇത് മീറ്റ് കഴിച്ചതിന്റെ ടേസ്റ്റ് കൂടെ പോയടാ. ചുമേരെയും കഫത്തിന്റെയൊക്കെ മരുന്ന് കുടിച്ചാ എന്താടി നീ എന്തിനു ഇത് ഓർഡർ ചെയ്ത? നിനക്ക് വയ്യേ? 0 ഷുഗറിനെ കുടിച്ചു ചേർക്കടി. ഇത് വൈൽഡ് ചെറി അല്ല, ഇത് വൈൽഡ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു സന്ദീപ്? സന്ദീപിന് ഇഷ്ടപ്പെട്ടെന്ന് വേണം. പക്ഷെ അത് ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഇവിടെ പോർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടാടാ? ഓക്കെ, അവന് ഇഷ്ടപ്പെട്ടു. സൂപ്പർ അല്ലെ? മറ്റേ എന്റെ സാധനം കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. കൊള്ളാം. കുടിച്ചേർക്കടി അത്. ചുമ്മാരി ഇത് ആരെങ്കിലും കാണേണ്ട ജമ്മത്ത് ഇത് വാങ്ങിച്ച് കുടിക്കരുത്. അതെ അതെ അതെ. അതും കുഴപ്പമില്ല. കൊമ്പൂച്ച കൊള്ളായിരുന്നു. ഇതിന്റെ മുതലാളിയുടെ ഹൈറ്റ് കുറച്ചോടാ, വെറുതെ റിസ്ക് എടുക്കണ്ട. ഹൈറ്റ് കുറച്ചോ. ഈഗോ. ആ ഇപ്പൊ കറക്റ്റ് ആയി. നമ്മളെ ഇടിക്കാനല്ല പറഞ്ഞത്, വണ്ടി ഓടിക്കാൻ പഠിക്കടാ ആദ്യം. ആ ഇത് മറ്റേ ഇലക്ട്രിക് ആടി, ചവിട്ടണ്ട. സൈക്കിൾ കിട്ടിയ ഒരു കുട്ടിയുടെ സന്തോഷം. എടാ ആക്സിലേറ്റർ ആണോ കൊടുക്കുന്ന? നീ ഇപ്പൊ ആക്സിലേഷൻ ആണോ? കുബേരനിലുണ്ടല്ലോ, കുബേരനിലെ ദിലീപും കൊള്ളാം കേട്ടോ, ഇങ്ങനെയല്ലേ? ഓ നൈസ് കേട്ടാ. പുള്ളി കൊടുത്തോടാ മതിൽ വരെ. ബ്രേക്ക് ഒക്കെ ഉണ്ടല്ലേ? നൈസ്. അത് സീറ്റ് അല്ലാടാ കറങ്ങുന്നത്. ഇല്ല ഞാൻ വരുന്നില്ല, നീ നോക്കിയോ? ഞാൻ ഇല്ലല്ല. ഓ അവന്റെ വീഡിയോ എടുക്കാനാട്ടോ. ഓക്കെ ഞാൻ അതല്ലേ നോക്കണം. ആ ഓക്കെ. എവിടെ സനി ബ്രോ? ആര്? എടേ എനിക്ക് വെയിറ്റ് ഉണ്ടോ? ഇല്ലല്ല താങ്ങൂല. ആ അതുണ്ട്. നീ ഇരിക്കും സന്ദീപ കയറിയില്ലടാ. വിട്ടോ നിന്റെ തലയിൽ ഞാൻ ഫിറ്റ് ചെയ്ത് തരാം. ഡ്രോൺ ഷോട്ട് പോലെ അവൻ കത്തിച്ചിട്ട് പോകുന്നുണ്ട്. സിൽവറ്റ് എടുക്കാം, സിൽവറ്റ് ഷോട്ട് ആണെങ്കിൽ 2XL 4XL 8XL. ആ ജംഗ്ഷൻ എത്തി കഴിഞ്ഞു. തിരിച്ചു വരും മകനെ. ഇനി നേരെ പഠിച്ചോട്ടെ, എക്സ്പേർട്ടായി. ഇനി മിക്കവാറും വാങ്ങിക്കൂ. അവന് ഇത് ഇഷ്ടപ്പെട്ടു എന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്താ ബ്രോ ഇങ്ങനെ ഹോണുണ്ട്, ഹോണ്. അയ്യേ ഇതൊന്നും മാക്രി തരണമല്ലോ. നീ സൈക്കിൾ ഓടിക്കുമല്ലോ? സാധനം കൊള്ളാടാ, വാങ്ങിക്കോ നീ. വാങ്ങാൻ പ്ലാനില്ല. എങ്ങനെയാ സൈക്കിള് ഓടണം? എങ്ങനെയാടി? ഓ തന്നെ നല്ല പണിയാട്ടോ. എന്നിട്ട് ആക്സിലേറ്റർ താണ്ട് ഇവിടെയാണ്. നമുക്ക് അങ്ങോട്ട് നടക്കാം, വെള്ളം ഓട്ടിപ്പ് കാണാം. ബ്രേക്ക് എവിടെയെന്നാ? വാ അങ്ങോട്ട് പോവാ. ഇവിടെ വരൂല, തിരിച്ചു വരൂല, ആ വഴി അങ്ങ് പോവും. ഗൈസ്, ശരണ്യ അതിനൂതനമായ ഈ സൈക്കിൾ ഓടിച്ച് തകർക്കുകയാണ്. കൊള്ളാം വടി.
എവിടെ പോണ? അയ്യോ ചേട്ടാ നിങ്ങളുടെ കസ്റ്റമർ അയ്യോ കസ്റ്റമേഴ്സ് അത്ര ഇഞ്ചേർഡ് ആയത്. പറക്കണ്ടേ നീ റോഡിൽ ഓടിക്കും. സ്പോട്ടിന് ഓടിക്കാനുള്ള ഇത് എത്ര മൈലേജ് എത്ര? മൈലേജ് ഒന്ന് ഒറ്റ ചാർജിൽ എത്ര പോകുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സനിബ്രോയ്ക്ക് ഇവിടെ നീ സനിബ്രോ നല്ല രസമുണ്ട് കേട്ടോ. സംഭവം രസമാണ്. എനിക്ക് പക്ഷെ സൈക്കിൾ ബാലൻസ് ഒക്കെ പോയിട്ട് നാളെ പറയാം. സനിബ്രോ ബൈക്ക് ഓടിക്കണതാ. ഇങ്ങോട്ട് തിരിക്കും സനിബ്രോ, അങ്ങോട്ട് പോ. അത് തന്നെ അത് ഇത് ബ്രേക്ക് വിട് മനുഷ്യ. ഇല്ല ഞാൻ പിടിച്ചിട്ടില്ല. സനിബ്രോ എടുത്ത് പഠിച്ചു പോയെന്ന് തോന്നുന്നു. ഇല്ലടി ബ്രേക്കൊന്നും പിടിച്ചിട്ടില്ല. ഓഫാണ് ആ ബസ്. ഇല്ല ബ്രോ സൈക്കിള് വിട്ടാണ് ചവിട്ടിപ്പോയാണ് സനിബ്രോ. എന്നാ പൊക്കി വെക്കാം വാ. അതെങ്ങനെ ടൈറ്റ് ആവുള്ളൂ? ടൈറ്റ് ആയി ബ്രോ. ഇത് സനിബ്രോ ചീത്തയാക്കി. അത് ഓഫായതാ. അത് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ കുറച്ച് ടെക്നോളജി ഉണ്ടായിരുന്നു പിള്ളേരെ കുടിക്കാതിരിക്കാൻ. അവളെ ഓടിച്ച് അത് ഓഫാക്കി വെച്ചൊക്കെ ചെയ്യണം, എന്നാലേ വണ്ടി ഓടുള്ളൂ. ഇങ്ങോട്ട് പോ സനിബ്രോ, ഇങ്ങോട്ട് പോ സനിബ്രോ, ഇങ്ങോട്ട് പോ. തിരി ഭയങ്കര കൂട്ടിട്ട് ഒഴിവാക്കാനുള്ള വല്ലതുണ്ടോ? അതുവഴി അങ്ങ് പോണമല്ലേ, പിന്നെ വരരുതെന്ന്. അവിടെ ഒരു ചേച്ചിയും കുഞ്ഞു നിൽക്കും. ഞാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും മറ്റേ ഓരോ വണ്ടി എനിക്ക് കാണിച്ചു തരും. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മറ്റേ ഓഫ് റോഡർ അല്ലായിരുന്നു കൊണ്ടുവരാൻ പറ്റിയില്ല. KLX. ഇതൊന്നുണ്ട്. ഇത് നമ്മുടെ പിള്ളേര് ഓടിച്ചു കിടക്കണ ഇപ്പൊ. അതെ പിള്ളേർ ഓടിക്കുന്നത് കാണുന്നുണ്ട്. സനിബ്രോ ട്രാഫിക് കൊള്ളാവോ സനിബ്രോ? ഇനി ചവിട്ടി നോക്കിയാണ് സൈക്കിള്. ചവിട്ടി കൊണ്ടാണ് വന്നോ? ആണാ നടക്കാൻ പറ്റും ഇങ്ങനെ. മടക്കാൻ പറ്റുമോ ഇത്? നടക്കാൻ പറ്റും, ആവശ്യമല്ല തന്നെ മെട്രോ കേറ്റാ. ആണല്ലേ? വെയിറ്റ് ഇല്ല അപ്പൊ ഇങ്ങനെ ക്യാരി ചെയ്തോണ്ട് വലിയ വെയിറ്റ് ഇല്ല. ഓ കൊള്ളാം, നല്ല സാധനം അല്ലേ? സ്മൂത്ത്. രസമുണ്ട്. ഒരു ഈവനിങ് സൺസെറ്റ് കാണാൻ പോകാൻ കൊള്ളാം. മറ്റേ ഫോർട്ട് കൊച്ചി എത്ര ദൂരം പോകും ബ്രോ ഇത് ഒറ്റ ചാർജില്? കാര്യമായിട്ട് പോവില്ല. ഇത് ഒരു 50-60 കിലോമീറ്റർ അത്രയും പോവല്ലേ? പോയിട്ട് വരാം. മെട്രോയില് ബ്രേക്ക് ഉണ്ടെന്ന് എന്റെ ഫ്രണ്ടിലാണോ വന്ന് പരീക്ഷിക്കുന്നത്? ഹോണടി അതാണ് കലിപ്പ് ഹോണാണ്. ഗിയറൊക്കെ ഉണ്ട്, ഗിയറൊക്കെ കളിക്കാം. ആണല്ലോ, അത് മറ്റേ സൈക്കിള്. ഇതെന്തരുത് ബാക്കിൽ എന്തരുത്? അത് പോയി കേട്ടാ. സന്ദീപിനെ തിരിച്ചു കിട്ടുമെന്ന് തോന്നുന്നില്ല. രാത്രി ഞാൻ വണ്ടി ഓടിച്ച് പോകേണ്ടി വരും തിരുവനന്തപുരത്തോട്ട്. ബാ തിരിച്ചു ബാ. ഹൈ കൊള്ളാല്ലേ സനുബ്രോനെ ഇങ്ങനെ കണ്ടിട്ടേ പിള്ളേരെയൊക്കെ പോലെ പൂക്കി പിള്ളേരെ കണക്ക്. സത്യം ഇപ്പഴെങ്ങനെയാണ് അന്ന് ശാസ്ത്രനെ കൊല്ലാൻ നോക്കിയത് മനസ്സിലായില്ലേ? സനുബ്രോ ഇങ്ങനെയാണ് അന്ന് ശാസ്ത്രനെ കൊല്ലാൻ നോക്കിയത്. കൊണ്ടുപോയ കൊല്ലൂല. നല്ല വണ്ടി ബ്രോ. 50-52 അല്ലേ? ആ ബെസ്റ്റ്. നല്ല ആൾക്ക് എന്നെ കാണിച്ചു കൊടുത്തത്. അയ്യോ ഇത് മറ്റേ ഇലുമിനാണ്ടിയാണോ? അല്ലല്ലേ? പക്ഷെ പുള്ളി പറഞ്ഞ നിന്നൊക്കെ പോവാൻ കേട്ടാ. ചുമ്മാ ഓ നിന്ന് പോവാൻ കൊള്ളാ സാധനം. ഡൂഡിലല്ലേ? 7 സ്പീഡ് ഗിയർ. ബാറ്ററി ഇതിന്റെ അത്ര സ്മൂത്ത് ഉള്ളിലാണ്. അതിനാണ് ഗിയർ. അപ്പൊ കൂടെ ചവിട്ടയും വിത്ത് ഇലക്ട്രിസിറ്റി ആകുമ്പോ പാലൊക്കെ തിരിച്ചു കൊടുക്കാ സാധനം ബ്രോ. കൊടുത്തേക്കല്ലേ? അതെ താങ്ക് യു ബ്രോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സൈക്കിൾ ചോട്ടാ ബീഫ് കഴിച്ചതിന് ശേഷം കുറച്ചൊന്ന് കാലറി ഒക്കെ ബേൺ ചെയ്തപ്പോ എന്തൊരു സമാധാനം. അതും വിത്ത് ലോഡ്. അത്ര സുഖമില്ല. നിലവിളിച്ചൊന്ന് പോവാ പോയിട്ട് വരട്ടാ ബ്രോ. അവിടെ പോയപ്പോ കമ്പി സനുബ്രോ അഡ്വഞ്ചർ ആയിട്ടൊക്കെ പോയതാണ്. ഓക്കെ ഞങ്ങളിനി ഇറങ്ങട്ടെ. തിരിച്ച് സനുബ്രോയുടെ അമ്പരചുംബി എത്തി. അപ്പൊ സനുബ്രോ ടാറ്റ. അപ്പൊ അടുത്ത വരവിന് കാണാം. അപ്പൊ ഞാൻ ഇനി നേരെ വീട്ടിലോട്ട് പോകണം ഗൈസ്. ഞാനും ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. കാറിൽ കയറി കിടന്ന് ഉറങ്ങണം, വീടെത്തണം, എന്നിട്ട് സമാധാനമായിട്ട് എന്റെ കട്ടിലില് അവളുടെ അടുത്ത് പോയി കിടന്ന് ഉറങ്ങണം. അത്ര മാത്രം. എന്തോ രണ്ടെണ്ണം കൂടെ അവിടെ. ഓക്കെ ഗൈസ്, അപ്പൊ നാളത്തെ വീഡിയോയിൽ കാണാം. നാളെ ഇനി നമ്മൾ വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ. ബൈ ബൈ, ലവ് യു, ടാറ്റാ.